അവന് വധശിക്ഷ തന്നെ നൽകണം. ഇനി പുറത്തുവിടരുത്. എനിക്കും പേരാമ്പ്രയിലെ യുവതിക്കുമൊക്കെ ഉണ്ടായ ദുരനുഭവം ഇനി മറ്റൊരു സ്ത്രീക്കും ഉണ്ടാകരുത്. കോഴിക്കോട് മുക്കം മുത്തേരിയിൽ 4 വർഷം മുൻപ് ക്രൂര ബലാത്സംഗത്തിനിരയായ വൃദ്ധ നെഞ്ചുപൊട്ടി പറയുന്ന വാക്കുകളാണിത്. മുജീബ് റഹ്മാൻ എന്ന ക്രിമിനലാണ് പേരാമ്പ്രയിൽ അനൂപ് എന്ന 26-കാരിയെ കൊലപ്പെടുത്തിയത് എന്ന വാർത്ത ഏറെ ഞെട്ടലോടെയാണ് അവർ കേട്ടത്. നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ വീഴ്ചയാണോ നാട്ടിൽ കൊടും കുറ്റവാളികൾക്കും കൊലയാളികൾക്കും തട്ടിക്കൊണ്ടുപോകൽ സംഘങ്ങൾക്കും അഴിഞ്ഞാടാനുള്ള അവസരമൊരുക്കുന്നത്? പോലീസ് പെട്രോൾ പരിശോധിക്കുന്നു. സ്വാഗതം. ബലാത്സംഗം, വധശ്രമം, മോഷണം ഉൾപ്പെടെ 57 കേസുകളിൽ പ്രതി. കോഴിക്കോട് പേരാമ്പ്രയിൽ യുവതിയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ മുജീബ് റഹ്മാൻ കൊടും കുറ്റവാളിയാണ്. മലപ്പുറം കൊണ്ടോട്ടിയിലെ വീട് വളഞ്ഞ് സാഹസികമായാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. 1.5 വർഷം മുൻപ് ഇയാൾ വയോധികയെ ബലാത്സംഗം ചെയ്തത് സമാനമായ രീതിയിലായിരുന്നു. പേരാമ്പ്രയിലെ അനൂപ് എന്ന 26-കാരിയെ കൊലപ്പെടുത്തിയ കേസിൽ വഴിത്തിരിവായതും പ്രതിയുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം തേടിയുള്ള പോലീസിന്റെ അന്വേഷണമാണ്. ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷമായിരുന്നു മുജീബിന്റെ ക്രൂരകൃത്യം. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റണം മുജീബ്, ഞങ്ങൾ ചുറ്റുമുണ്ട്. നീ ഓട് പൊളിച്ചിട്ട് കാര്യമില്ല മുജീബേ. ഓ ആ മുജീബേ, മുജീബേ, മുജീബേ. മലപ്പുറം കൊണ്ടോട്ടിയിലെ വീട്ടിലെത്തിയ പോലീസ് ബലപ്രയോഗത്തിലൂടെയാണ് മുജീബ് റഹ്മാനെ കീഴടക്കിയത്. പോലീസ് എത്തിയപ്പോൾ വീടിന്റെ ഓട് പൊളിച്ച് പുറത്തേക്ക് രക്ഷപ്പെടാൻ ഇയാൾ ശ്രമിച്ചു. വാതിൽ തകർത്താണ് പോലീസ് പ്രതിയെ കീഴടക്കിയത്. ജനാലയുടെ പൊട്ടിയ ചില്ലുപയോഗിച്ച് ഇയാൾ നടത്തിയ ആക്രമണത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റു. മാർച്ച് 11-ാം തീയതിയാണ് പേരാമ്പ്ര വാളൂർ സ്വദേശിനി അനൂപിനെ മുജീബ് റഹ്മാൻ കൊലപ്പെടുത്തിയത്. നടന്നുപോകുകയായിരുന്ന യുവതിയെ ലിഫ്റ്റ് നൽകി ബൈക്കിൽ കയറ്റിയ ശേഷം ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ തോട്ടിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം യുവതിയുടെ ദേഹത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇയാൾ കൈക്കലാക്കി. അനൂപിനെ ഒരു ചുവന്ന ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടെന്ന് ദൃക്സാക്ഷി മൊഴി നൽകിയിരുന്നു. തുടർന്നാണ് പ്രതിയിലേക്കെത്താൻ പോലീസിനായത്. കണ്ണൂർ മട്ടന്നൂരിൽ നിന്നും മോഷ്ടിച്ച ബൈക്കിലാണ് ഇയാൾ പേരാമ്പ്രയിൽ എത്തിയത്. അനൂപിനെ കൊന്ന ശേഷം സ്വന്തമാക്കിയ സ്വർണം അബൂബക്കർ എന്നയാൾ മുഖേന കൊണ്ടോട്ടിയിലെ സേട്ടുവിന്റെ കടയിൽ വിൽപ്പന നടത്തി. സ്വർണമാല, മോതിരം, പാദസരം, ബ്രേസ്ലെറ്റ് എന്നിവയാണ് മോഷ്ടിച്ചത്. ഇവ ഉരുക്കിയ നിലയിൽ പോലീസ് കണ്ടെടുത്തു. അരഞ്ഞാണം ധരിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനായി അനൂപിന്റെ ചുരിദാർ ഊരി പരിശോധിച്ചതിനാൽ മൃതദേഹം അർദ്ധനഗ്നമായ നിലയിലാണ് തോട്ടിൽ കണ്ടെത്തിയത്. ജൂലൈയിൽ കോഴിക്കോട് മുക്കത്ത് 65-കാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം ഇവരുടെ ആഭരണങ്ങൾ കവർന്നിരുന്നു. ഹോട്ടൽ ജോലിക്കായി പോയ വൃദ്ധ മുജീബ് ഓടിച്ച ഓട്ടോയ്ക്ക് കൈകാണിച്ച് ഇതിൽ കയറി. യാത്രക്കിടെ ഓട്ടോറിക്ഷ തകരാറിലാണെന്ന് പറഞ്ഞ് ഇയാൾ വാഹനം നിർത്തി. ഓട്ടോയുടെ പിൻവശത്തെത്തിയ പ്രതി വയോധികയെ ക്രൂരമായി ആക്രമിച്ച് ബോധരഹിതയാക്കി. ആളൊഴിഞ്ഞ പറമ്പിലെത്തിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം സ്വർണ്ണാഭരണങ്ങൾ ഊരി എടുക്കുകയായിരുന്നു. സമാന രീതിയിൽ ആക്രമണങ്ങൾ നടത്തുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒടുവിൽ വയോധിക മുജീബ് റഹ്മാനെ തിരിച്ചറിയുകയായിരുന്നു. അമ്മയേക്കാൾ കൂടുതൽ പ്രായമുള്ള തന്നോട് മുജീബ് ചെയ്ത ക്രൂരതയുടെ നടുക്കം ഇപ്പോഴും ഇവരെ വിട്ടുമാറിയിട്ടില്ല. ഈ കൊടും കുറ്റവാളിയെ ജയിലിൽ നിന്ന് പുറത്തുവിട്ടതാണ് അനൂപിന്റെ ജീവൻ നഷ്ടമാകാൻ ഇടയാക്കിയതെന്ന് വൃദ്ധ പറഞ്ഞു. ഓൻ്റെ അമ്മേനെ കാണാൻ വയസ്സുള്ള ഞാനാ ഇനി അങ്ങനെയൊക്കെ ചെയ്തോന് ആ കാട്ടിൻ്റെ ഉള്ളിലിട്ട് അത് ഞാൻ എന്തോ എൻ്റെ അതിൽ ഞാൻ എന്തോ ഒച്ചട്ടാക്കിയല്ലോ. ഒച്ചട്ടായിട്ട് ഇങ്ങനെ കത്രിക കാട്ടി തന്നു. കത്രിക ഇതിനെക്കൊണ്ട് കുത്തി കൊന്നാളും മിണ്ടരുത് എന്നാണ്. ഇങ്ങനെയൊക്കെയും ചെയ്യുകയും ചെയ്ത് ഓനെ പിന്നെ ജാമ്യത്തിൽ വിട്ടിട്ടല്ലേ ഇവന് പിന്നെയും പോയി ഇന്നലെ പിന്നെയും കൊല്ലാനുണ്ടായത്. ഇന്നിപ്പോൾ അത് ചെയ്ത് വെച്ച് നാളെ ഓന് മറ്റൊരു വന്ന് ജാമ്യം ചോദിച്ചാൽ കോടതി വിടൂലേ? ഇവനെ വെച്ചക്കരുത് കൊന്നാളണം. എനിക്കതേ പറയാനുള്ളൂ. ഇവനെ ഇനി വെച്ചക്കരുത്. വെച്ചാൽ അവൻ ഞങ്ങളെ പിറ്റേന്നു പെൺകുട്ടികളെ, തള്ളമാരെ, അമ്മമാരെ, എന്നെ കാണാൻ പ്രായമുള്ളവരെ, എൻ്റെ പ്രായക്കാരെ എല്ലാവരെയും ഓൻ ചെയ്യാൻ പോകുന്ന ഇതാണ്. ഇനി ഓനെ വെച്ചക്കരുത്.
20-ാം വയസ്സിൽ തിരൂരിലെ ജ്വല്ലറി ഉടമയായ ഗണപതിയെ കൊലപ്പെടുത്തിയ കേസിലാണ് മുജീബ് ആദ്യമായി പ്രതി ചേർക്കപ്പെട്ടത്. കേസിൽ കോടതി വെറുതെ വിട്ടു. പിന്നീട് ഇങ്ങോട്ട് മോഷണം, ബലാത്സംഗം ഉൾപ്പെടെ ഇതുവരെ 57 കേസുകളിൽ പ്രതിയായി. 13 കേസുകൾ കൊണ്ടോട്ടി സ്റ്റേഷനിലാണ്. 5 മാസം മുമ്പ് കിഴിശ്ശേരിയിലെ ആക്രിക്കടയിൽ മോഷണം നടത്തിയതിനാണ് അവസാനം അറസ്റ്റിലായത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 കോഴിക്കോട്.